ഇപ്പോഴാണെങ്കിൽ എനിക്ക് ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല. എന്റെ കയ്യിൽ വെറും ആകെ 200 രൂപയുള്ളൂ. പിന്നെ എന്റെ അനിയൻ കൊണ്ട് ഇപ്പൊ 500 രൂപ കൊണ്ട് തന്നിട്ട് പോയി. എല്ലാം വേറെ ഒരു പൈസ ഇല്ല. പറയുമ്പോ എല്ലാ കാര്യം പറയണം, ഇതെല്ലാരും അറിയണം. ഇതേപോലെ പിള്ളേരെ പഠിപ്പിച്ചെടുക്കുന്നു രക്ഷകർത്താക്കൾ. അവർ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിന്ന് നമ്മൾ പഠിപ്പിച്ച് അവരെ മുകളിൽ കയറ്റണം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ, എന്റെ സപ്പോർട്ട് ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥലമില്ല, ചെയ്യാൻ പറ്റാത്ത ഒന്നും. നമ്മളിപ്പോ കേട്ടത് ഇന്നലെ UPSC എക്സാമിന്റെ റിസൾട്ട് വന്നു. കേരളത്തിൽ ഏറ്റവും നല്ല റാങ്ക് കിട്ടിയത് 57ാമത്തെ റാങ്ക് ശ്രീജയ്ക്കാണ്. ശ്രീജയുടെ അച്ഛനും ശ്രീജയും പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആ ശ്രീജയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടോ, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെറും 200 രൂപയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. പക്ഷേ ആ അച്ഛൻ സ്വന്തം മകൾക്ക് കൊടുത്തത് വില മതിക്കാനാവാത്ത ഒരു സമ്മാനമാണ്. അതാണ് വിദ്യാഭ്യാസം. നമ്മുടെ നാട്ടിലെ പല അച്ഛനമ്മമാരും കേൾക്കേണ്ട വാക്കുകളാണ് ശ്രീജയും ശ്രീജയുടെ അച്ഛനും പറഞ്ഞത്. ഇതൊന്ന് ശരിക്കും നമ്മൾ കേൾക്കണം. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വളർത്തുന്ന, അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്വത്ത് സ്ത്രീധനമായി കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിടുന്ന, പിന്നെ ആ കല്യാണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന, കുറച്ചാണെങ്കിലും ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന അച്ഛനമ്മമാർ നമുക്കിടയിലുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, ശ്രീജയുടെ അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അവര് ഇത്രയും കൂലിപ്പണി എടുത്തിട്ടാണ് ആ കുട്ടിയെ പഠിപ്പിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും അവരവരുടെ മകൾക്ക് കൊടുത്തത് വിദ്യാഭ്യാസമാണ്. അതിനേക്കാൾ വലുതായിട്ട് നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. അതാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്നാണ്. ഇനി ഒന്നും ആ മകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒറ്റ കാര്യം, ഒരേ ഒരു ധനം നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വർണം വാങ്ങി കൂട്ടലോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ അവരുടെ ജീവിതത്തിൽ വേണ്ടത് അവർ തന്നെ സമ്പാദിച്ചോളും. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം പേരിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. കാരണം നമ്മൾ ഉപദേശിക്കുന്ന പോലെയല്ല, അനുഭവസ്ഥർ പറയുന്ന അതിൻ്റെ ഫലം നമ്മുടെ നേരെ കൺമുമ്പിൽ കാണാൻ പറ്റുമ്പോൾ അതിനേക്കാൾ ഒരു എഫക്റ്റ് ഒന്നിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയും മകളുമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വേറെയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവരുടെ വാക്കുകൾ തന്നെ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ ഇത് മാക്സിമം എല്ലാ അച്ഛന്മാരിലേക്ക് എത്തിക്കുക. നമ്മുടെ മക്കളെ സ്വന്തം കാലിൽ, പ്രത്യേകിച്ച് പെൺമക്കളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തരാക്കുക. അതിനവർക്ക് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം വിദ്യാഭ്യാസമാണ്. പഠിപ്പിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കുക. പിന്നെ ബാക്കിയൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പഠിപ്പിച്ചു കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ളത് അവർ തന്നെ തീരുമാനിച്ചോളും. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ശരി, ബൈ.